ഹലോ ദ വുമൻസ് ഡേ സ്പെഷ്യൽ വീഡിയോയിലെ കമൻറ്റിലെ വിന്നേഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട 3 പേർക്കാണ് കമൻറ്റ് പറഞ്ഞിരുന്നത്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ദ കമൻറ്റ് പിക്കറിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഓരോരോ വിന്നേഴ്സിനായിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റത്തെ വിന്നർ ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഡ്രീംസ് വിത്ത് മീ 1437 കേട്ടോ. ബൊഗൻവില്ല എൻ്റെ ഇഷ്ട പ്ലാന്റാണ്. ആ ഇഷ്ടം കൊണ്ട് കുറേ വാങ്ങി കുറഞ്ഞ വിലയ്ക്ക്. എൻ്റെ വീട് മുഴുവൻ ചെടികളാണ്. ബൊഗൻവില്ല ഉള്ള കളർ തന്നെ പിന്നെയും പിടിപ്പിക്കും ഞാൻ. അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ ബാൽക്കണിയിലാണ് വെച്ചേക്കുന്നത്. കാണാൻ വേണ്ടി മാത്രം ഞാൻ എത്ര പ്രാവശ്യം കയറുന്നത്, എത്ര കണ്ടാലും മതിയാവില്ല. ബോഗൻവില്ല ഒരു വീഡിയോ പോലും ഞാൻ മിസ്സാക്കില്ല. ഇദ്ദേഹത്തിനാട്ടോ ഫസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ആളെ നമുക്ക് ഇതുപോലെ തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ കമൻറ്റ് പിക്കറിൽ നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലുള്ള കമൻറ്റ്സ് ഇപ്പോൾ ലോഡ് ചെയ്ത് വരും. അതിൽ നിന്ന് നമുക്ക് സെക്കൻഡ് വിന്നറെ തിരഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിന്നേഴ്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത ആൾക്ക് കിട്ടിയിരിക്കുന്നത് @lalc2085 കേട്ടോ. ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ചെടികളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. കിട്ടുന്ന ചെടികളൊക്കെ നട്ടു വളർത്താറുണ്ട്. പണ്ടൊക്കെ നാടൻ ചെടികളാണ് കിട്ടാറുള്ളത്. പിന്നീട് കൊറോണ കാലത്ത് ചെടികളും പച്ചക്കറികളും കൂടുതലായി നട്ടു വളർത്താൻ തുടങ്ങിയത്. അതിൽ വിടരുന്ന പൂക്കളും കായ്കളും കാണുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും ആത്മസംതൃപ്തിയുമാണ് എനിക്ക്. ഞാൻ ഒരു ഹാൻഡിക്യാപ്ഡ് കൂടിയാണ്. എൻ്റെ സമയം തള്ളി നിൽക്കുന്നത് ഈ ഗാർഡനിങ്ങിലൂടെയാണ്. എൻ്റെ പാഷനാണ് ഗാർഡനിങ്. ആരുടെയും ഹെൽപ്പില്ലാതെ ഞാൻ തന്നെയാണ് ഈ ചെടികളെ നട്ട് വളർത്തി നനച്ച് പരിപാലിച്ചു വരുന്നത്. സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ളതിനാൽ ഹൈബ്രിഡ് പ്ലാന്റ്സിനേക്കാൾ കൂടുതൽ നാടൻ വെറൈറ്റികളാണ് എനിക്കുള്ളത്. എങ്കിലും ഗാർഡനിങ് എൻ്റെ പ്രിയപ്പെട്ട ഹോബി. അത് ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ സഹോദരിയുടെ വീഡിയോകളും ചെടികളും പൂക്കളും കണ്ട് ഒരുപാട് ആസ്വദിക്കുന്നു. ഇദ്ദേഹത്തിനാണ് കേട്ടോ സെക്കൻഡ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഗിഫ്റ്റ് ആർക്കാന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് വിന്നറെ പിക്ക് ചെയ്യണം. മൂന്നാമത് സേതു സതീഷ് കേട്ടോ, 914. ക്യാൻസറിനെതിരെ പൊരുതാൻ കഴിഞ്ഞ ഒരു വർഷമായി എനിക്ക് എൻ്റെ കുടുംബവും പൂക്കളും. നഷ്ടപ്പെട്ടു പോയ പല ചെടികളും വീണ്ടും നട്ടു വളർത്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുപോലെയുള്ള വീഡിയോകൾ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നു. മോൾക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. അപ്പോൾ ഈ 3 പേരും വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും, കോൺടാക്ട് ചെയ്യട്ടെ. എല്ലാവർക്കും കൺഗ്രാറ്റ്സ്.